ഹലോ! ഇന്ന് നമ്മുടെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ഇന്ന് നമ്മൾ ചേട്ടന്റെ മുടി പെർമിങ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അടുക്കള പണി തീർക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയൂ. അപ്പൊ ഞങ്ങളെ നീറ്റു ദേ വന്നു പാറുക്കുട്ടി. നീ ബ്രഷ് ചെയ്യണം, പല്ല് തേക്കണം. ഇതുണ്ടേ, ഇതെന്തിട്ട് കഴിക്കണ്ടേ? ഇന്ന് പുട്ടാണ് ചേച്ചി കഴിക്കണ്ട അവിടെ. അപ്പൊ കണ്ടു. അപ്പൊ ഞങ്ങളുടെ പല്ല് നമുക്ക് ടാറ്റ പോണം അച്ഛൻ്റെ കൂടെ. അച്ഛൻ്റെ മുടിന്ന് ശരിയാക്കണം. പോവാ നമുക്ക് എന്നാ പാപ്പ് കഴിക്കാം. അപ്പം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അടുക്കള പണിയൊക്കെ അമ്മൂന് ഞാൻ കുറച്ച് നേരം എഡിറ്റിങ് വർക്കിലായിരുന്നു. അപ്പോൾ ഇതേ പാറു എണീറ്റ് വന്നു. ഇനിയിപ്പോൾ നടക്കില്ല. അപ്പം ഇനി പാറുവിന് സെറ്റാക്കണം, പോകണം. അതൊക്കെയാണ് ഇന്നത്തെ പണികൾ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഭക്ഷണ വിഭവങ്ങൾ നോക്കാം. അപ്പം നമുക്കിന്ന് മീൻകറിയാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ എന്താ പറയുക, അയില മീൻ. അയില മീൻ കറി, അയില മീൻ കറി ആട്ടോ. അത് സെറ്റാണ്. പിന്നെ കടല, പിന്നെ നമ്മുടെ ചീര, പിന്നെ ബ്രൗൺ റൈസ്. ഇത് പാറക്കുട്ടനുള്ള കടല കേട്ടോ. അത് നേരം കുളിയൊക്കെ കഴിയുമ്പോൾ കഴിക്കും. പിന്നെ പുട്ട് 2 കഷ്ണം, അത്രയേ ഉള്ളൂ. പിന്നെ മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഇത് പാറുവിനുള്ളതാണ്. പിന്നെ വലിയവർക്കുള്ളത് വേറെ വെച്ചിട്ടുണ്ട്, മുളക് ഇട്ടിട്ട്. ഇതാ അപ്പം അത് സെറ്റ്. വീട്ടിലെപ്പോഴും ഇപ്പൊ കാത്തും പൂപ്പിയൊക്കെയാണ് കേട്ടാ. അപ്പൊ ദേ ഞാൻ കുറച്ച് ഓട്സിന്റെ കഞ്ഞി ഉണ്ടാക്കി. പിന്നെ ഒരു മാങ്ങ പഴുത്തുണ്ടായിരുന്നു, അതെടുത്തു. കുറച്ച് കടലയും കൂടി എടുത്തു കേട്ടോ. അപ്പൊ അതാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കണേ. പിന്നെ അമ്മ പോയതിന് ശേഷം ഞങ്ങൾ നേരത്തെ ഇറങ്ങണം. എന്താന്ന് വെച്ചാൽ ഇത് എത്ര സമയം ഉണ്ട് എന്നൊന്നും നമുക്കറിയില്ല, ഈ മുടിയുടെ സംഭവം. അപ്പൊ നമ്മൾ ആദ്യത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഡേറ്റ് വന്നിട്ടുണ്ടെന്ന്. അപ്പൊ അത് ഇന്നാണ്. അപ്പൊ അതിന് വേണ്ടി നമുക്ക് പോകണം. അപ്പൊ എന്തായാലും സമയം എടുക്കും അറിയാം. അപ്പൊ എന്തായാലും ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങി അത്രയും നേരത്തെ തിരിച്ചു വരാലോ, അതാലോചിച്ചിട്ടാണ്. അപ്പൊ ഞാൻ വേഗം അമ്മ പോയതിന്റെ അപ്പൊ തന്നെ പാറുവിന് ഫുഡും കൊടുത്ത് ഞാൻ വേഗം ഫുഡ് കഴിക്കാം കേട്ടോ. അങ്ങനെ ഇതേ ചേട്ടന്റെ മുടി വാഷ് ചെയ്തിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക കേട്ടോ. അപ്പൊ അവിടെ ചെന്നപ്പോൾ അവര് പറഞ്ഞു ഏകദേശം ഒരു ഈവനിങ് ഒരു 5 മണി വരെ ഉണ്ടാവുന്നു. അപ്പൊ ഞാൻ ഓർത്ത് എന്റെ മുടി ഒന്ന് വാഷ് ചെയ്ത് ചെറിയൊരു മസാജ് ഒക്കെ കിട്ടി. അതുപോലെ തന്നെ മുടിക്കൊരു പ്രോട്ടീൻ മാസ്ക് ഒക്കെ കൊടുത്ത് പിന്നെ അവരൊന്ന് സെറ്റ് ചെയ്തും തരുമല്ലോ വെറുതെ. അങ്ങനെ കട്ട് ചെയ്യണമൊന്നുമില്ല കേട്ടോ. അപ്പൊ അതിന് എത്ര നേരം ഇരിക്കണ്ടെന്ന് ഓർത്തിട്ട് അപ്പൊ ചേട്ടന്റെ മുടി കളർ ചെയ്യുന്നുണ്ട്, ചെറിയ ഹൈലൈറ്റ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് എന്റെ ഇഷ്ടത്തിന് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോ ഇത് എന്താ പറയാ, ഇപ്പോ ഈ മുടി ഇപ്പോഴത്തെ അവസ്ഥ, അതായത് ഇപ്പൊ നിലവിൽ ഈ ഒരു മുടി ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ഈ ചെയ്തതിനേക്കാളും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതേ പാറക്കുട്ടി നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ ചേട്ടന്റെ മുടിയിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഫേമിങ്ങിന്റെ ആ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കേൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണ ആ ഒരു സമയമാണിപ്പോ. അപ്പം ഞാനും എൻ്റെ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയുക, പ്രൊട്ടക്ഷൻ ക്രീമൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ചേട്ടൻ്റെ പേമിങ്ങിൻ്റെ ലാസ്റ്റ് സെക്ഷൻ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 2 മണിയായി. അപ്പോൾ ഞങ്ങൾ 2 മണിയായപ്പോൾ വിശക്കുന്നുണ്ട് പാറുവിന്. അപ്പോൾ ഞങ്ങളൊരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിപ്പോൾ വരും. അപ്പോൾ അത് കുടിക്കാം. എൻ്റെ കഴിഞ്ഞു, എൻ്റെ ജസ്റ്റ് ഒന്ന് ഇനി കഴിക്കാൻ മാത്രം മതി. ഞാൻ ഒന്നും അങ്ങനെ കാര്യം ചെയ്തിട്ടില്ല കേട്ടോ. ചേട്ടനാണ് മെയിൻ. ഞാൻ എന്തായാലും വന്നാൽ എത്ര നേരം ഇരിക്കണ്ട. അപ്പോൾ പിന്നെ ഞാനൊന്ന് സെറ്റ് ചെയ്ത കേട്ടോ. അങ്ങനെ എൻ്റെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും കഴിഞ്ഞു. ഇനിയും സമയം എടുക്കും. ചേട്ടൻ്റെ ഒരു 5 മണി 4:30 ഒക്കെ വരെ ഉണ്ട്. അപ്പൊ അവര് വെറുതെ ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് ഇട്ടു കേട്ടോ എൻ്റെ മുടി. എൻ്റെ മുടി അങ്ങനെ ചെയ്ത് ഒന്നും കൂടി ഫ്ലാറ്റ് ആവും. എന്നാലും വെറുതെ ചുമ്മാ കുറച്ച് നേരത്തേക്കല്ലേ ഉള്ളൂ. അപ്പൊ അതങ്ങനെ ചെയ്തു. അപ്പൊ ചേട്ടൻ്റെ ഇരിക്കുന്നു. ചേട്ടൻ്റെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ എന്താ പറയാ കേളിങ്ങിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട്, അതായത് ഇതിപ്പോ നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് അധികം അങ്ങനെ മനസ്സിലാവില്ല. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോ സൂപ്പർബായിരുന്നു. ഇതിന്റെ ഒരു ഫുൾ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. വീഡിയോയുടെ അവസാനം ഒന്ന് കാണണേ. അപ്പൊ ഇതാണ് കേട്ടോ, കേള് ചെയ്തപ്പോ ചേട്ടന്റെ മുടി പകുതി ഉള്ളില്ലാത്തതും പകുതി ഉള്ളുള്ളതൊക്കെ ആയിട്ട് ഇരുന്നായിരുന്നേ. പക്ഷെ ഇപ്പൊ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല രസമായിട്ട്, അതുപോലെ തന്നെ ആ കളർ ചെയ്തൊക്കെ പിന്നീടാണ് നല്ല ഭംഗിയായിട്ട് വന്നത്. ഇപ്പൊ ചെറുതായിട്ടൊന്ന് ഡിം ആയിട്ടുണ്ടായിരുന്നു ചെയ്ത വശം തന്നെ. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞപ്പോ നല്ല ഭംഗിയായി. അപ്പൊ
ചേട്ടനാണെങ്കി എന്നോട് പറഞ്ഞു, "നീഗ്രന്റെ പോലെ ആയെടി ഞാന്." അങ്ങനെ ആഫ്രിക്കക്കാരെ പോലെ ആ ഒരു അവരെല്ലാം മുടി ഭയങ്കരായിട്ട് ഇങ്ങനെ പിരിച്ചു വെക്കല്. അപ്പൊ അവരുടെ പോലെ ആയോന്നൊക്കെ ചോദിച്ചു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടായി. പക്ഷെ അപ്പ ചേട്ടന് അത്രയ്ക്ക് അങ്ങട് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും പിറ്റേ ദിവസായപ്പോ ആള് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടായി. അപ്പൊ ദേ പാറുക്കുട്ടി ഉറങ്ങാണ്. ഒരു 5 മണിയൊക്കെ ആവാറായി ഞങ്ങള് വീട്ടിലെത്താറായപ്പോ പാറുക്കുട്ടി അപ്പഴേക്കും ഉറക്കം വന്നിട്ട് ഉറങ്ങിട്ടോ. അപ്പൊ കാണിച്ചു തരാം മുടി. അപ്പോൾ ചേട്ടൻ്റെ മുടിയാട്ടാ, അതെ ചേട്ടൻ്റെ മുടി പേമിങ് ചെയ്തിട്ട് ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കെട്ടി വെച്ച് നോക്കിയതാണ്. കളർ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നില്ലേ, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ചേട്ടൻ പറഞ്ഞു നീഗ്രോനെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്ക് അങ്ങനെ ഒരു തോന്നല് അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ദേ നമ്മള് പേമിങ് ചെയ്ത അന്നത്തെ മുടി ഇതാ ഇതുപോലെയായിരുന്നു ട്ടോ. അത് അന്ന് മുടി കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങിയാ കിടന്നായിരുന്നെ. കാരണം അവരൊന്ന് സെറ്റ് ചെയ്തിട്ടാണല്ലോ. അപ്പൊ ആ അധികം സെറ്റ് ചെയ്യണ്ടാന്ന് അവര് പറഞ്ഞത്. കാരണം സെറ്റ് ചെയ്യുമ്പോ എന്താന്ന് വെച്ചാല് കേൾസ് പോവും. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ദാ ഇങ്ങനെയാണ് ട്ടോ ഉണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് ഹൈലൈറ്റ്സ് പിന്നെ അധികം അങ്ങട് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ കാണിച്ചു തരാട്ടോ. ഇപ്പൊ ആള് ഭയങ്കര ഹാപ്പിയാണ്. കാരണം മുടി നല്ലോണം ഉള്ളുള്ള പോലെ ആൾക്കിങ്ങനെ ഒരു മുടി നീളമുണ്ടെങ്കിലും കുറച്ച് ഉള്ള് കുറവും അല്ലെങ്കിൽ ആ ഒരു കട്ടി കുറവായിരുന്നു മുടിക്ക്. അതൊക്കെ നല്ല രീതിക്ക് തന്നെ മാറി. അതുപോലെ തന്നെ ഇതാ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇനി ഞാന് എന്താ പറയാ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോ മുടിയുടെ ഒരു കണ്ടീഷൻ കാണിച്ചു തരാം. നല്ല ഭംഗിയാണ്. ഇപ്പൊ ആള് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ആള് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും നല്ല ഭംഗിയുണ്ടല്ലെടി കാണാൻ. ആൾക്ക് ഭയങ്കര ഇഷ്ടായി. ഇതാ കണ്ടില്ലേ? ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇതാ. ഇതുമാതിരിയാണ് മുടി നല്ല രസായിട്ട് നല്ല ഇങ്ങനെ ബൗൺസി ആയിട്ട് അതുപോലെ തന്നെ നല്ല ആ ഒരു ഭയങ്കര രസണ്ടായിരുന്നു. എനിക്കും ഭയങ്കര ഇഷ്ടായി. എനിക്കും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ട്ടോ. ഈ പെർമിങ് പെർമനന്റ്. അപ്പൊ എന്റെ മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആണ്. അപ്പൊ എത്രത്തോളം എന്റെ മുടി ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ചെയ്താൽ കൊള്ളാന്ന് എനിക്കുണ്ട് ട്ടോ. കാരണം അതൊരു രസാണ്. പിന്നെ എന്റെ മുടി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് ഓയിലി ആയിട്ട് കിടക്കണോണ്ടേ ഇങ്ങനെ ചെയ്യുമ്പോ കുറച്ചും കൂടി ഒരു ബൗൺസി ആയിട്ട് നിൽക്കുമല്ലോ. നമ്മുടെ ആ ഒരു എന്താ പറയാ ഫിഗറിന് തന്നെ ഒരു ചേഞ്ച് വന്ന പോലെ ഉണ്ടാവും ചിലപ്പോ ചെയ്താ. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുണ്ട് ചിലര് ചെയ്യണത്. രസണ്ട് ട്ടോ അവർക്ക് കാണാനായിട്ട്. നിങ്ങളുടെ അഭിപ്രായം പറയൂ ട്ടോ. ചെയ്താ എങ്ങനെയുണ്ടാവും എന്നുള്ളത്. ഞാൻ ചെയ്ത് കഴിഞ്ഞ് അപ്പൊ ഞാൻ വിചാരിച്ചു ചേട്ടന് ചെയ്തിട്ട് അതിന്റെ എന്തെങ്കിലും ഡാമേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഹെയറിൽ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം. കുറച്ചും കൂടി ആവുമ്പോ നമുക്കും ഇടയ്ക്കൊരു ചേഞ്ച് ഒക്കെ നല്ലതല്ലേ? നമുക്ക് ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറയൂ ട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഭയങ്കര സ്ട്രെയിറ്റ് കോലം മുടി ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയണേ. ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് പറയൂ ട്ടോ. അപ്പൊ നമുക്ക് നോക്കാലോ. നമ്മുടെ അമ്മുക്കുട്ടി വന്നു. അമ്മുക്കുട്ടി ട്യൂഷന് പോകാനുള്ള റെഡി ആവലാണ്. നമുക്കിവിടെ ചക്കപ്പഴം മുറിച്ചിട്ട് ഉണ്ട് കേട്ടോ. പിന്നെ പാറക്കുട്ടി നമ്മുടെ ജിയാ മച്ചാൻ്റെ ഫാനാട്ടോ. ഇതേ കാണുന്നു മീൻ നന്നാക്കണത് കണ്ട. അമ്മു ഫാനാട്ടാ ജിയാ മച്ചാൻ്റെ. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ പേമിങ് ചെയ്തതേ കുറേ പേര് അതിൻ്റെ ഒരു പ്രൊസീജിയർ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ലൈറ്റ് കുറവാണോ എന്നൊരു ഡൗട്ട് കേട്ടോ. ഫുള്ള് ഇങ്ങനെ മഴക്കാറടിച്ച് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ലൈറ്റ് ഉണ്ടെന്നൊന്നും അറിയില്ല. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആദ്യം നമ്മൾ ചെന്നപ്പോൾ പാർക്കുട്ടി അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഹെയർ നമ്മളങ്ങനെ പാർലറിലും പോയിട്ടൊന്നും ഞങ്ങൾ രണ്ടുപേരൊന്നും ചെയ്യാറില്ല. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാറ്. അപ്പോൾ എനിക്കൊരു ഇത് തോന്നി. മുടി നല്ലോണം ഇത്ര ലെങ്ത് ഉണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ലെങ്ത് പാറോ എന്നിട്ടിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ലെങ്ത്തിൽ നിന്ന് എനിക്ക് തോന്നി ഒന്ന് കട്ട് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ലെങ്ത്ത് കൂടി കുറേ ആകുമ്പോൾ അതൊരു ഒന്നാമത്തെ ആൾക്ക് നോക്കാൻ മാനേജ് ചെയ്യാൻ പാടില്ല. പിന്നെ ആൾക്ക് മുടി വളർത്തുന്നത് ഇഷ്ടമാണ്. പിന്നെ ആളുടെ ഇഷ്ടമാണ് നമ്മൾ നോക്കുക.
അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്ക് മുടി എന്താ പറയുക, എന്തായാലും ആളുടെ ഒരു രണ്ടും കെട്ട പോലത്തെ ഒരു മുടി, അതായത് ഭയങ്കര ഫ്രിസി അല്ല ചുരുണ്ടതും അല്ല, എന്നാൽ ഇടയിലൊക്കെ ഇങ്ങനെ ലെങ്ത്തും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ കംപ്ലീറ്റ് അത് ചുരുട്ടാം. അങ്ങനെ ചെയ്യുമ്പോൾ ആൾക്ക് പിന്നെ അതിനെക്കുറിച്ച് വല്ല ഐഡിയ ഇല്ല. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് തോന്നിയത് കൊണ്ട് ഞങ്ങളങ്ങനെ പോയി. അപ്പം അന്ന് ചെന്നപ്പോൾ ആൾ പറഞ്ഞു ഇത് കുറച്ച് എന്താ പറയുക സ്പ്ലിറ്റൻസ് ഉണ്ട്, പിന്നെ ഒന്ന് സ്പാ ചെയ്ത് വിടുന്ന നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പോയപ്പോൾ ജസ്റ്റ് ഒന്ന് ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തു, എന്നിട്ട് സ്പാ ചെയ്തു, സ്പ്ലിറ്റൻസ് ഒക്കെ കളഞ്ഞ് സ്പാ ചെയ്തിട്ട് ഒരാഴ്ച നമുക്ക് ഗ്യാപ്പ് തന്നു. എന്നിട്ട് ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡേറ്റ് നമുക്ക് ഇന്ന് തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ പോയി ഹെയർ ആദ്യം ചെറിയ ഹൈലൈറ്റ്സ്, അതായത് കളറും ആൾ പറഞ്ഞത് കളറിങ്ങിന് വേറെ ദിവസം ചെയ്യാൻ നല്ലതെന്നാണ്. അതായത് ഇപ്പോൾ കളർ ചെയ്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്കത് ടൈം കുറവുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ആൾ ഹെയർ വാഷ് ചെയ്തിട്ട് കളർ ചെയ്തു, ചെറിയ ഹൈലൈറ്റ്സ്. അപ്പം നമ്മൾ ചെറിയൊരു കോപ്പർ മിക്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയൊരു ഹൈലൈറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ആൾ അത് കഴിഞ്ഞ് അത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം കേൾ ചെയ്തു. അപ്പം നല്ല കേൾ തന്നെയാണ്, കുഞ്ഞു കുഞ്ഞു നല്ല അങ്ങനെ ലെങ്തി കേളല്ല, കുഞ്ഞു കുഞ്ഞു നല്ലതായിട്ട് മുടി ഇങ്ങനെ സ്പ്രിങ് ആയിട്ട് നിൽക്കണ കേളാണ് ചെയ്തിട്ടുള്ളത്. അത് പെർമനൻ്റ് ആണ്. അപ്പം അതിനൊരു 3/4 മണിക്കൂറോളം കേളിങ്ങിൻ്റെ ആ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഇരുന്ന് ഇങ്ങനെ ഇതായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഹെയർ സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്കൊരു ട്രിപ്പ് ഉണ്ട്, ഒരു സ്പെഷ്യൽ ട്രിപ്പാണ്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും പോവല്ലേ. അപ്പം ഞാൻ എന്താ പറയുക ഒരു ബ്ലോ ഡ്രൈ ചെയ്തു കേട്ടോ. അതിങ്ങനെ എന്താ പറയുക ജസ്റ്റ് ഹെയർ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഹെയർ എന്തായാലും അവിടെ ഇരിക്കല്ലേ. അപ്പോൾ ഒരു ഹെയർ ഒന്ന് എന്താ പറയുക വാഷ് ചെയ്തു, നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു, എന്നിട്ട് ഇതേ നമ്മുടെ ബ്ലോ ഡ്രൈ ചെയ്തു. അങ്ങനെ അത്ര തന്നെ. അപ്പോൾ അതങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ ഇവിടെ ഓൾറെഡി നല്ലോണം സിൽക്കി സ്മൂത്തായിട്ടൊക്കെ എടുക്കണേ. എന്നാലും എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് പിന്നെ അവിടെ ഇരുന്നിരുന്നേ നമ്മൾ 11 മണിക്ക് പോയിട്ട് 3:30 4 മണി ആവാറായി, എന്നിട്ടും ആളുടെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 4 മണിയായി നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ അങ്ങനെ ഇരുന്ന് പേപ്പറിന് ചുമ്മാ ചോദിച്ചത്. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തതാട്ടോ. പിന്നെ പാറക്കുട്ടി വലിയ ശല്യമില്ലാണ്ട് നിൽക്കണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ചേട്ടൻ്റെ സംഭവം റിമൂവ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ആളെ ലുക്കൊക്കെ കംപ്ലീറ്റ് തന്നെ. ആളെ മുടി ഈ ഭാഗത്ത് കുറച്ച് ഫ്ലാറ്റായിരുന്നു, അതായത് ബാക്കിലേക്ക് നല്ല ഉള്ളും ഇവിടെ ഫ്ലാറ്റും ആയിരുന്നു. പക്ഷേ ഇത് ചെയ്തപ്പോൾ ഇവിടെ തൊട്ട് മൊത്തം ഭയങ്കര ഉള്ളിങ്ങനെ നല്ല ഉള്ളായിട്ട് ഇങ്ങനെ വിടർന്ന് നിൽക്കുക കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കൊന്നാമത്തെ ഇങ്ങനത്തെ കോലമുടി ഇഷ്ടമില്ല, എനിക്ക് ചുരുണ്ടമുടി ഇഷ്ടം. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര താല്പര്യമായി. ആൾക്ക് ചുരുളമുടി അധികം താല്പര്യമില്ല. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ചുരുണ്ട മുടിക്കാർക്ക് നീളം മുടിയും നീളം മുടിക്കാർക്ക് ചുരുണ്ട മുടിയാവും ഇഷ്ടമുണ്ടാവുക കേട്ടോ. അതൊരു ഇതാണ് എന്ന് വെച്ചാൽ നമുക്കത് പരിചയക്കുറവ്, നമുക്കറിയില്ല ആ മുടി നമുക്കത് നിൽക്കുമ്പോൾ അക്കരെ പച്ചെന്ന് പറയില്ല അതന്നെ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പേമിങ് ചെയ്യണതില്ലേ, നമ്മുടെ മുടി വല്ലാണ്ട് ഫ്രിസി അല്ലാണ്ട് ഒരു മീഡിയം ഫ്രിസിയും, എന്നാൽ പിന്നെ കുറച്ച് അതായത് ഒരു 3/4 ഭാഗം എന്താ പറയുക ചുരുണ്ട മുടിയാണ്, അതുപോലെ തന്നെ കുറച്ചൊക്കെ അവിടെ ഇവിടേക്ക് ആയിട്ട് ഇങ്ങനെ ലെങ്ത്തും ഉള്ള മുടിയാണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം. അല്ലാതെ ഓൾറെഡി നമ്മുടെ മുടി ഭയങ്കര ഫ്രിസി ആണെങ്കിൽ നിങ്ങൾ ഈ പേമിങ് ചെയ്യേണ്ടതാണ്. ഓൾറെഡി അതൊന്നും കൂടി മുടി ഇങ്ങനെ ആവാൻ നിൽക്കും. പക്ഷേ നിങ്ങൾക്കൊരു കനം കുറഞ്ഞ ചുരുണ്ട ഉള്ളു കുറഞ്ഞ ചുരുണ്ട മുടിയാണെങ്കിൽ ഇത് ചെയ്ത് അടിപൊളിയാവും, നല്ല ഭംഗിയിൽ മുടി നിൽക്കും. അതായത് കുറേ മുടിയുള്ള മാതിരി സ്റ്റൈൽ ചെയ്യാനും മുടി കെട്ടി വയ്ക്കുമ്പോൾ നല്ല കുറേ ആയിട്ട് നിൽക്കും. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പേമിങ് ചെയ്യാൻ. കാരണം എൻ്റെ മുടി ഇങ്ങനെ എന്താ പറയുക നമ്മൾ ഇങ്ങനെ ഒന്നുകൂടി ചെയ്യുമ്പോൾ ഒന്നുകൂടി ഒട്ടിപ്പിടിച്ചൊക്കെ എടുക്കുക. അതായത് ഇങ്ങനത്തെ സ്മൂത്തനിങ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, സ്മൂത്തനിങ് അല്ല ഇങ്ങനത്തെ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ മുടി ഇങ്ങനെ ഒട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കേളി ചെയ്യുമ്പോൾ മുടി കുറവുള്ള പോലെ തോന്നിക്കില്ലേ, അല്ല ആ പേമിങ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതൊക്കെ താല്പര്യമാണ്. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. പ്രായമാകുമ്പോൾ നമുക്ക് എന്താ പറയുക നോക്കാമല്ലോ, നമുക്ക് പൈസ ഉള്ളപ്പോൾ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ചേട്ടൻ്റെന് വന്നത് അന്ന് നമുക്കൊരു 3K അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഇന്ന് 5K, അങ്ങനെ ടോട്ടൽ അതാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ ആളുമുടി ഇത്രയല്ലേ ഉള്ളൂ, പിന്നെ ലെങ്ത്തിനനുസരിച്ച് വ്യത്യാസം വരുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ്. പിന്നെ ഇത് പെർമനൻ്റ് ആണ്, ഇനി 2 ദിവസത്തേക്ക് ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പിന്നെ വന്നിട്ട് എന്നിട്ട് പറഞ്ഞത് പിന്നെ നന്നായിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യണം, ഷാമ്പൂ യൂസ് ചെയ്യണം. അത് ഇങ്ങനെ നോർമലായിട്ട്. പിന്നെ എണ്ണ തേക്കുമ്പോൾ കൂടുതലായിട്ട് സ്കാൾപ്പ് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള ഭാഗത്ത് അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആഴ്ചയിലൊരിക്കലും എണ്ണ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ ഇത് നമ്മളിങ്ങനെ ചെയ്യില്ല, എന്താ അതിന് പറയാ, ജസ്റ്റ് മുടി ഇങ്ങനെ ലൂഫിങ് എന്നിട്ടാണോ, അതൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇത് പെർമനൻ്റ് ആണ്, ഇങ്ങനെ തന്നെ നിൽക്കുന്ന പറഞ്ഞത്. അങ്ങനെ നീണ്ടൊന്നും പോവില്ല. അപ്പോൾ അതാണ് സംഭവം കേട്ടോ. കുറേ പേര് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളുടെ
ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു 80% ചുരുണ്ടിട്ട് ഉള്ളു കുറഞ്ഞ മുടിയാണ് ഇത് ചെയ്ത് അടിപൊളിയായിരിക്കും. എൻ്റെ പേഴ്സണൽ ഞാൻ ചെയ്ത് നോക്കിയപ്പോഴുള്ള എക്സ്പീരിയൻസ് ആണ്. ഇതൊരു യാതൊരു കൊളാബറേഷനോ അല്ലെങ്കിൽ ഒരു കാര്യമല്ല, എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ അടുക്കളയിൽ പണിയുണ്ട്, ഈവനിങ് ആണ്. അപ്പോൾ അമ്മ ട്യൂഷന് പോയി അടുക്കളയിലത്തെ പണികളവിടെ കിടക്കുന്നുണ്ടെന്ന് വെച്ചാൽ കാലത്ത് പാത്രമൊന്നും കഴുകിയിട്ടില്ല. അത് മീൻ നമ്മുടെ ചോറ് വെച്ച കാലമൊന്നും കഴുകിയിട്ടില്ല. അപ്പോൾ അത് കഴുകണം. പിന്നെ കറികൾ ചൂടാക്കണം. പിന്നെ പാറക്കുട്ടീനെ സംബന്ധിച്ച് അവളവിടെ ഇരുന്നു. ഞങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും മുടി കഴുകില്ല അങ്ങനെ ആയാലും ആളവിടെ ഇരുന്നു. ആ സമയം വരെ ഇരുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിലൊരു ജ്യൂസ് മാത്രമാണ് എനിക്ക് വാങ്ങേണ്ടി വന്നുള്ളത്. അത് ഞാൻ 2:30 ആയിട്ടും കഴിയാണ്ടായപ്പോഴാണ് ഞാൻ മേടിച്ചത്. കുട്ടിയല്ല, അവൾക്ക് വിശക്കില്ലേ. പിന്നെ ഞാൻ സ്നാക്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ, വെള്ളമൊക്കെ. അങ്ങനെ ഒരു ജ്യൂസ് മേടിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് സംഭവം. പിന്നെ ഞാൻ പോയി അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി പറക്കി നാളേക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ച് കിച്ചണിൽ ഒന്ന് വൃത്തിയാക്കി കാലൊക്കെ കഴുകിയിട്ട് ഇനി കുളിക്കണം. അതാണ് അടുത്ത പണി. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നൈറ്റിൽ ഇനി ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഞാൻ കുറച്ച് എഡിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ ജംഗ വസ്തുക്കളാണ് ഇതൊക്കെ. എൻ്റെ എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, ഇതുപോലെയൊക്കെ ഇരിക്കും. ഇങ്ങനത്തെ ഇതൊക്കെ ഇത് ഏകദേശം ഒരു 3-4 കൊല്ലം വാങ്ങിയിട്ട് ഇത് പൊട്ടിയിട്ട് ചേട്ടൻ എനിക്ക് എന്താ പറയുക ഹെഡ്ഫോൺ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുക. അവിടെ ഒരു കോട്ടനൊക്കെ വെച്ച് ഒട്ടിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ നടക്കുന്നത്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഇവിടെ പോയിട്ട് നമ്മുടെ പാർലറിൽ പോയിട്ട് വരുമ്പോൾ ഇത് കണ്ടിരുന്നു, നമ്മുടെ ഞാവൽപ്പഴം. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു ചെയ്യാനായിട്ട്. അതായത് അപ്പം തന്നെ കഴിക്കാനുള്ള സമയം കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വന്ന് കുറച്ച് മീൻ വറുക്കണം, അതൊക്കെ വറുത്ത് ഫുഡ് കഴിച്ച് അപ്പോഴേക്കും അമ്മ വന്ന് പിന്നെ കുളി തെളി പിന്നെ അടുക്കള പണി ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഫ്രീ ആയി. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന കാരണം ചേട്ടന് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞു ബൗള് എടുത്തു കേട്ടോ, ഒരു 5-8 ഉണ്ടാവും. ഇതാണ് നമ്മുടെ വൈകുന്നേരത്ത്. ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും കഴിക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ ഇതിൻ്റെ കാര്യം ചേട്ടനെ ഓർമ്മിപ്പിച്ചു, അവളെ ഓർമ്മിപ്പിച്ചപ്പോൾ ഞാൻ വെച്ചെന്നാൽ പിന്നെ എനിക്ക് ഇഷ്ടമാണ്. കാരണം ഉപ്പ് കൂട്ടി നല്ല രസമല്ലേ കഴിക്കാൻ. ഞാൻ കഴിച്ചു വിട്ടായിരുന്നു, ആവുമ്പോൾ ഒരു കളർ ഉണ്ടാവാൻ വേണമെങ്കിൽ 2 കഴിച്ചു. അപ്പോഴാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് അയ്യോ ഞാൻ വീഡിയോ എടുക്കണമല്ലോ, അപ്ഡേറ്റ് ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ച് എഡിറ്റിങ്ങിൻ്റെ ഇടയിൽ അത് മറന്നു. അങ്ങനെ അപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഞാവൽപ്പഴം. വീട്ടിൽ കുറേ കഴിക്കട്ടെ. എൻ്റെ വീട്ടിൽ ഞാൻ വീടിൻ്റെ മുന്നിൽ തന്നെ എൻ്റെ വ്ളോഗ് ഉണ്ടെങ്കിൽ അറിയാം, മുന്നിൽ തന്നെ ഉണ്ട് വലിയൊരു ഞാവൽപ്പഴം മരം. അയ്യോ ഉരിഞ്ഞു പോയി എൻ്റെ പൊന്നേ വയ്യ. അതെ അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒറ്റടിക്ക് കഴിക്കാം, അല്ലെങ്കിൽ കടിച്ച് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ കൊളാജൻ ഡ്രിങ്ക് കുടിച്ചിട്ടില്ല കേട്ടോ, ഞാൻ കുടിക്കലുണ്ട്. ഇവിടെ കുറേ എഡിറ്റിംഗ് പണി ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് വേണം, ഇവിടെ നിന്ന് എണീക്കുമ്പോൾ വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണു. അതുപോലെ തന്നെ എൻ്റെ ഫോണെന്തോ മിന്നുണ്ടല്ലോ, നോക്കട്ടെ, നോട്ടിഫിക്കേഷൻ തോന്നുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ വീണ്ടും കാണാം. അപ്പം ഇന്ന് കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സന്തോഷം. ഇന്നത്തെ ദിവസം അങ്ങനെ ദുഃഖിക്കാൻ മാത്രമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്തോഷം, ദൈവത്തിന് നന്ദി. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. അവിടെ ജിയോ മച്ചാൻ്റെ കേൾക്കാം, പാറുവിന് ഭയങ്കര ഇഷ്ടം അത്.